ബാലികാ ബലി എന്നുള്ള ഒരു കവിതയെ പറ്റിയാണ് ഇപ്പം പറയുന്നത്. നമ്മൾ പലപ്പോഴും പല കഥകളും ഇതിഹാസ കഥകളൊക്കെ കേൾക്കുമ്പോൾ അതിലെ പൊടിപ്പും തൊങ്ങലും അത്ഭുതകരമായ അതിൻ്റെ പശ്ചാത്തലങ്ങളും ഒക്കെയാണ് അധികമായിട്ടും ശ്രദ്ധിക്കാറ്. എന്നാൽ ഇതിലെല്ലാം അപ്പുറമായിട്ട് അതിൻ്റെ ഈ മായികതകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതൊരു യഥാർത്ഥ കഥയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും മഹത്വവൽക്കരിക്കപ്പെട്ട കഥകളുടെ ഉള്ളിൽ ഉള്ള തിരസ്കരിക്കപ്പെട്ട കഥകൾ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ കടന്നു വന്നെന്നിരിക്കും. അത്തരം ഒരു അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ, അത്തരം ഒരു ചിന്തയാണ് ഈ കവിതയിലേക്ക് നയിച്ചത് എന്ന് പറയാം. ഉണ്ണിക്കണ്ണനെ കംസൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് വസുദേവർ എടുത്തുകൊണ്ട് പോകുന്ന രംഗം നമ്മുടെയൊക്കെ മനസ്സിൽ തറഞ്ഞ ഒന്നാണ്. കാരാഗ്രഹത്തിൻ്റെ വാതിൽ ഇരുട്ടിൽ തുറക്കുന്നു. പേമാരി കുഞ്ഞിനെ കൊട്ടയിലെടുത്തുകൊണ്ട്, അനന്തൻ പാമ്പ് അകമ്പടി കുട പിടിച്ചുകൊണ്ട്, യമുന രണ്ടായി വഴിമാറി കൊടുത്തുകൊണ്ട് ഉള്ള ആ യാത്ര നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് നന്ദഗോപൻ്റെ വീട്ടിലാണ്. അവിടെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കാത്തുകാത്തിരുന്ന അച്ഛനും അമ്മയ്ക്കും ഒരു മകൾ പിറന്നതാണ്. ആ കുഞ്ഞിനെയാണ് കംസഘാതകനായുള്ള ദേവകിയുടെ മകനുമായി വെച്ചു മാറപ്പെടുന്നത്. ബലിക്കല്ലിൽ കാലിൽ തൂക്കി തല തല്ലി കൊല്ലണ്ട, തല അടിച്ചിട്ട് കൊല്ലുന്ന ഒരു വിധിയാണ്, തീർച്ചയായിട്ടും കൊല്ലപ്പെടേണ്ട ഒരു വിധിയാണ് ഈ കുഞ്ഞിനുള്ളത്. ആ വിധിയാണ് ഈ മകളുമായിട്ട് വെച്ചു മാറുന്നത്. തിരിച്ചു പോകുമ്പോൾ കൊട്ടയിലുണ്ടായിരുന്നത് ഈ പിഞ്ചു മകളാണ്. അവൾക്ക് അനന്തൻ പാമ്പ് അകമ്പടി ഉണ്ടായിരുന്നെന്ന് നമുക്കറിയില്ല. ഏതായാലും യോഗമായായിരുന്നു അതെന്നും ആ കുഞ്ഞ് കൈവഴുതിപ്പോയി രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ സമാധാനിക്കുന്നുണ്ടെങ്കിലും യശോദയ്ക്ക് സ്വന്തം മകളെ നഷ്ടമായി എന്നുള്ള ഒരു വലിയ സത്യം അവിടെയുണ്ട്. താൻ വളർത്തിയ കുഞ്ഞ് തൻ്റേത് അല്ല എന്നറിയാതെ തന്നെ അത്രയും ഓമനിച്ച് വളർത്തിയ ആ മകൻ മുതിർന്നു കഴിയുമ്പോൾ സ്വന്തം അച്ഛനമ്മമാരെ തിരക്കി സ്വന്തം ഭാഗധേയം തേടി അവൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാനാണ് അവൻ മധുരയിലേക്ക് പോവേണ്ടി വരികയാണ്. അപ്പോൾ ആ അമ്മ ശരിക്കും പറഞ്ഞാൽ ഏകാന്തതയിൽ അകപ്പെടുകയാണ്. അപ്പോൾ ആ മകളുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തരത്തിൽ പലപ്പോഴും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിന്തിച്ചു പോയിട്ടുണ്ട്. ആ ഒരു ചിന്തയാണ് ബാലികാ ബലി എന്ന് പറയുന്ന കവിതയിലേക്ക് നയിച്ചത്. ബാലികാ ബലി. ഒറ്റയടിപ്പാത കൽത്തുറുങ്കിൽ മുറ്റത്തു നിന്നും കിതച്ചിറങ്ങും കുറ്റിരുട്ടിൻ മറ പറ്റിയേതോ ലക്ഷ്യത്തിലേക്കതു സഞ്ചരിക്കും. കുത്തിയൊലിക്കും മഴയിലൂടെ കൊച്ചു കരച്ചിലൊലിച്ചിറങ്ങും. ഒട്ടും നനയ്ക്കാതതിന്നുമീതെ പത്തികൾ ചേർന്നു കുട പിടിക്കും. ഇത്തിരി പോകെ പുഴയിലേക്ക വിഖ്യാതയാത്ര നടന്നു ചേരും. മധ്യത്തു രണ്ടായി പിളർന്നു മാറി കുത്തൊഴുക്കാഴം വഴിയൊരുക്കും. അക്കരെ ചെന്നു നനഞ്ഞു കയറി തപ്പിത്തടഞ്ഞൊരു വീട്ടിലെത്തും. പറ്റിക്കിടക്കുന്ന വാവയെത്തൻ പെറ്റമ്മയിൽ നിന്നു വേർപ്പെടുത്തും. വിട്ടുപോരാതതിൻ ചുണ്ടിറുക്കെ മൊത്തും മുലക്കണ്ണിലേക്കു ചേരും. നിശബ്ദമായടർത്തുമ്പോഴോമൽ നിദ്രയിൽ താനേ വിരൽ നുണയ്ക്കും. ഉച്ചി പിളർന്നു കല്ലിൽ ചിതറാൻ കഷ്ടമാമുത്തിനെ കൊണ്ടുപോകും. രക്തസാക്ഷിക്കുഞ്ഞു പോയ വീട്ടിൽ രക്ഷകൻ പൊന്നുണ്ണിയായി വളരും. ഉച്ചി പിളർന്നു കല്ലിൽ ചിതറാൻ കഷ്ടമാമുത്തിനെ കൊണ്ടുപോകും. രക്തസാക്ഷിക്കുഞ്ഞു പോയ വീട്ടിൽ രക്ഷകൻ പൊന്നുണ്ണിയായി